പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പം പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരാം. സ്തോത്രം. 2 Corinthians chapter 13 verse 5. 2 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പൗലോസ് കൊരിന്ത്യയിലെ വിശ്വാസികളോട് പറയുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാട്ട്. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. പൗലോസ് 2 തിമോഥെയോസ് 2:18 വിശ്വാസത്തെ മറിക്കുന്ന ശക്തികളുണ്ട്. 1 തിമോഥെയോസ് 6:21 വിശ്വാസത്തെ തെറ്റിക്കുന്ന ശക്തികളുണ്ട്. ദൈവത്തിന് സ്തോത്രം. 1 തിമോഥെയോസ് 6:10 വിശ്വാസ കപ്പൽ തകർക്കുന്ന ശക്തിയുണ്ട്. അപ്പം വിശ്വാസത്തെ മറിക്കുന്ന ശക്തിയുണ്ട്, വിശ്വാസത്തെ തെറ്റിക്കുന്ന ശക്തിയുണ്ട്, വിശ്വാസത്തെ ദൈവത്തിന് സ്തോത്രം തകർക്കുന്ന ശക്തികളുണ്ട്. പക്ഷേ ഇതെല്ലാം വരുമ്പോഴും ദൈവത്തിന് സ്തോത്രം നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പം മറിക്കുന്ന ശക്തിയുണ്ട്, തകർക്കുന്ന ശക്തിയുണ്ട്, തെറ്റിക്കുന്ന ശക്തിയുണ്ട്. ഈ 3 ശക്തി ഒരിടത്ത് നിൽക്കുമ്പോൾ പൗലോസ് പറയാ, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിക്കണം. ഇനി എന്താണ് വിശ്വാസത്തെക്കുറിച്ച് ഏറ്റവും വലിയ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്? നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. കർത്താവ് പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. സ്തോത്രം. നമ്മൾ വേദപുസ്തകത്തിലെ 3 വാക്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാം. ഒരു ദൂതിലോട്ട് വരാൻ പോവുക. 3 വാക്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാം. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 22-ാം വാക്യം വായിക്കേണ്ട, ഞാനങ്ങ് പറഞ്ഞു പോകാം. ദൈവത്തിൽ വിശ്വാസം ഉള്ളവർ ആയിരിപ്പീൻ. കർത്താവ് പഠിപ്പിച്ച ദൈവത്തിൽ വിശ്വാസം ഉള്ളവർ ആയിരിപ്പീൻ എന്ന് കൈ കൊടുത്ത് പറ. ദൈവത്തിൽ വിശ്വാസം ഉള്ളവർ, ദൈവത്തിൽ വിശ്വാസം ഉള്ളവരായിരിക്കുക. രണ്ടാമത്തെ കാര്യം അതും കർത്താവ് തന്നെ പഠിപ്പിച്ചതാണ്. യോഹന്നാൻ 20:27 അവിശ്വാസിയാകാതെ വിശ്വാസിയായി ഇരിക്കുക. അവിശ്വാസിയാകാതെ. ഇതിൻ്റെ സാഹചര്യം ഭയങ്കര പ്രസംഗമാണ്. അടുത്തിരിക്കുന്ന ആൾ നോക്കി പറ, അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക. ഹല്ലേലൂയ. ഇനി കർത്താവ് പഠിപ്പിച്ച 3-ാമത്തെ കാര്യം യോഹന്നാൻ 11:40 വിശ്വസിച്ചാൽ നീ എൻ്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ നീ എൻ്റെ, ഞാനൊരു പ്രവചനം പറയാം, ഈ ദിവസങ്ങളിൽ നീ ചില കാര്യത്തിൽ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ പോവാ. വിശ്വസിക്കുന്ന നിന്റെ അകത്ത് എന്നോട് ദൈവാത്മാ പറയാം, ഏതൊക്കെ ദുർശക്തികൾ നിനക്ക് മുമ്പിൽ കോട്ട കെട്ടിയാലും വിശ്വസിക്കുന്ന നിനക്ക് മുമ്പിൽ ഒരു ശക്തിയും നിലനിൽക്ക. നീ കാണാത്ത തലത്തിൽ വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോവുക. വിശ്വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ഈ പൗലോസ് മുമ്പോട്ട് പോകുമ്പോൾ പൗലോസിൻ്റെ ശുശ്രൂഷ ഇങ്ങനെ, പൗലോസ് എവിടെ ചെന്നാലും ആ 13-ാം അധ്യായം തന്നെ എടുത്തേ. ദൈവത്തിന് സ്തോത്രം. പൗലോസ് ദൈവത്തിന് സ്തോത്രം യെരൂശലേമിൽ ചെന്നിട്ട് അവിടെ ഒരു പ്രസംഗം നടത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. 42-ാമത്തെ വാക്യം, അവൻ പള്ളി വിട്ടു പോകുമ്പോൾ അവർ പള്ളി വിട്ടു പോകുമ്പോൾ പിറ്റേ ശബത്തിൽ ഈ വചനം തങ്ങളോട് പറയണമെന്ന് അവർ അപേക്ഷിച്ചു. കാരണം അവിടെ ചെന്നിട്ട് പൗലോസ് ഒരു വാക്യം വായിച്ചു, അത് മേളിൽ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. സങ്കീർത്തനങ്ങൾ നിന്റെ പരിശുദ്ധൻ ദ്രവത്വം കാണാൻ നീ വിട്ടുകൊടുക്കുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ നീ വിട്ടുകൊടുക്കുകയില്ല എന്ന് പറയുന്നു. ദാവീദ് തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ച് തന്റെ പിതാക്കന്മാരോട് ചേർന്ന് ദ്രവത്വം കണ്ടു. ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ ദ്രവത്വം കണ്ടില്ല. സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന ഭാഗം ദാവീദിനെ കുറിച്ചല്ല, ക്രിസ്തുവിനെ കുറിച്ചാണ് പൗലോസ് അങ്ങോട്ട് വെളിപ്പെടുത്തി ദേവാലയത്തിലോട്ട് കയറി നിന്നോണ്ട് അങ്ങോട്ട് അപ്പുറം ന്യായപ്രമാണത്തിന്റെ ആചാരങ്ങളെ കീറി മുറിക്കുന്ന ദൂത് പൗലോസ് അങ്ങോട്ട് പറഞ്ഞു. പോകാൻ നേരത്ത് 42-ാമത്തെ വാക്യം, അവർ പള്ളി വിട്ടു പോകുമ്പോൾ പിറ്റേ ശബത്തിൽ ഈ വചനം തങ്ങളോട് പറയണമെന്ന് അവർ അപേക്ഷിച്ചു. പോകുമ്പോ പള്ളിയിൽ ഉള്ളവർ പറഞ്ഞു, ഇത് കേട്ടോ, പിറ്റേ ശബത്തിൽ ഈ വചനം തന്നെ ഞങ്ങളോട് പറയണം. വായിച്ചേ. പള്ളി പിരിഞ്ഞ ശേഷം യഹൂദന്മാരിലും ഭക്തിയുള്ള യഹൂദ മതാനുസാരികളിലും പലർ പൗലോസിനെയും ബർന്നബാസിനെയും അനുഗമിച്ചു. അവർ അവരോട് സംസാരിച്ചു, ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു. കണ്ടോ, അവര് വഴിവെച്ച് കിട്ടിയാലും പൗലോസിനും ബർന്നബാസിനും ഒന്നേ പറയാനുള്ളൂ, സ്വത്രം ദൈവകൃപയിൽ നിൽക്കണമെന്ന് പറഞ്ഞ അവരെ എന്ത് ചെയ്തു? ഉത്സാഹിപ്പിച്ചു. നീ ആണാന്ന് ഇന്ന് വീട്ടിൽ ചെന്ന് നിന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിച്ചേ കിടക്കാവുന്നല്ല എഴുതിയേക്കുന്നേ. നീ കൃപയെ നിന്നോണം. നിന്റെ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളു കൃപയെ നിന്നോണം. നീ ഒരാൾ മതി പ്രാർത്ഥിക്കാൻ. ദൈവത്തിന് കഴിഞ്ഞ ദിവസം ഞാനിവിടെ ദൈവത്തിന് സ്തോത്രം ഒരാളെക്കുറിച്ച് വേദപുസ്തകത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പ്രസംഗിച്ചായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആ പ്രസംഗിച്ചത് ദൈവത്തിന് സ്തോത്രം ഒരു സ്ത്രീയെക്കുറിച്ചാണ്. അവിടെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരുന്നു. ആ സ്ത്രീയുടെ പേര് പറയോ? ഒരു സ്ഥലപ്പേര് കൂട്ടിയ പേര്
കനാന്യ സ്ത്രീ. ഒന്ന് ആമീൻ പറഞ്ഞു. എന്തുവാ? ആ വീട്ടിൽ എത്ര ഭൂതം കളിച്ചാലും ഒരു കനാന്യ സ്ത്രീ മതി ആ വീട് വിടുവിക്കപ്പെടാൻ. നീ ഒരാൾ മതി നിന്റെ വീട് വിടുവിക്കപ്പെടാൻ. നീ ഒറ്റയ്ക്ക് 2 പേര് വേണ്ട, നീ മാത്രം മതി. നിങ്ങൾ ശ്രദ്ധിച്ചേ, അവരെന്ത് ചെയ്തു? ദൈവകൃപയിൽ നിലനിൽക്കണമെന്ന് അവരെ എന്ത് ചെയ്തു? ഉത്സാഹിപ്പിച്ചു. എന്ന് വെച്ചാൽ ദൈവത്തിന് സ്തോത്രം. അവരോട് സംസാരിച്ചു. ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു. ആരേലും ഒക്കെ നമ്മളെ ഈ കൃപയിൽ നിൽക്കാൻ ഉത്സാഹിപ്പിക്കുന്ന ഓർത്തോണം, അവരൊക്കെ ദൈവത്തിന്റെ മക്കളാ.